ഹലോ ഹായ് SVD ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും സ്വത്തുക്കൾ ക്രയവിക്രയകൾ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നമ്മൾ കരുതിയിരുന്നത് ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്താൽ ആധാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഓണറിനെ തീരുമാനിക്കുക, അതിന്റെ ഓണർഷിപ്പ് തീരുമാനിക്കുക എന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് സുപ്രീം കോടതി റീസെന്റ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റീസെന്റ് റൂൾ ദാറ്റ് ദ ആക്ട് ഓഫ് രജിസ്റ്ററിംഗ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഇൻ ഇറ്റ് സെൽഫ് കൺഫേം ഓണർഷിപ്പ് റൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതൊരു ഓണർഷിപ്പിനെ തീരുമാനിക്കുന്ന കാര്യമല്ല. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ക്യാൻ സപ്പോർട്ട് ആൻ ഇൻഡിവിജ്വൽസ് ക്ലൈം. ഒരു ഇൻഡിവിജ്വലിന്റെ ക്ലൈമിനെ സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്ട്രേഷനെ വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റൂളിംഗിലൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ഓഫ് എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ സ്റ്റെപ്പാണ്, എന്നാൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലീഗൽ അതോറിറ്റിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാനും ഇനി ഈ പ്രോപ്പർട്ടി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ഓതറൈസേഷൻ ആണ് ഈ ഓണർഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം പറയാനുള്ള കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രോപ്പർട്ടി ഒരു വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ ഈ ഒരു പ്രോപ്പർട്ടി മറ്റൊരു വ്യക്തിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നു, അവിടെ ഓണർഷിപ്പിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ, ആ ഒരു പ്രോബ്ലം വന്നാൽ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് മറ്റു ചില ഡോക്യുമെന്റ്സും കൂടി വേണം, എന്നാൽ മാത്രമേ ഈ ഒരു ഓണർഷിപ്പാണ് ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് രജിസ്ട്രേഷനും ഓണർഷിപ്പും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഏത് വ്യക്തിയിൽ നിന്നാണോ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുക. അതിനുശേഷം ഉറപ്പുവരുത്തുക ആ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിലുള്ള പേര് തന്നെയാണ് ആ ഓണറുടെ പേര് എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഓണർഷിപ്പ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക. ആരാണോ വാങ്ങിച്ചത് ആ വ്യക്തിയുടെ പേരിലേക്ക് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്യുക എന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആധാരം ചെയ്യുമ്പോൾ ആധാരത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ഇല്ലാത്ത രീതിയിൽ വേണം ആധാരം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നിർബന്ധമായും വേണ്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മദർ ഡീഡാണ്, അതായത് അടിരേഖ എന്ന് പറയും. ഒരു പ്രോപ്പർട്ടി ഒരുപാട് തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഒക്കെ രജിസ്ട്രേഷൻ ഒരു 3 രജിസ്ട്രേഷൻ ബാക്കോട്ടേക്കെങ്കിലും അതിന്റെ ആധാരങ്ങൾ, അടിയാധാരങ്ങൾ ഒരു പ്രോപ്പർട്ടിന്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സെയിൽസ് ആൻഡ് പർച്ചേസ് അഗ്രിമെന്റ്. നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കണം, ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കണം. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം മെയിൻലി എന്ന് പറയുന്നത് നമ്മൾ എത്ര പൈസക്കാണോ അത് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ സൈസ് എത്ര, വിസ്തീർണം, കാര്യങ്ങളൊക്കെ എത്ര സെന്റാണ് അല്ലെങ്കിൽ ഏക്കറാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു അഗ്രിമെന്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും, അതൊരു പ്രൂഫ് ആയിരിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് അപ്രൂവൽസ്, അതുപോലെ പൊസഷൻ ലെറ്ററും ഒക്കെ നമ്മളത് കരസ്ഥമാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമെങ്കിൽ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. ബിൽഡിങ്സ് ആണെങ്കിൽ, ലാൻഡിനാണെങ്കിൽ അത് ബാധകമല്ല. അതുപോലെയാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ കുടിക്കളം എടുക്കുക. യൂഷ്വലി ഏകദേശം ഒരു 30 കൊല്ലം പിറകിലുള്ള കുടിക്കളമെങ്കിലും എടുക്കണം. കാരണം ഈ കുടിക്കളത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് നോ പെൻഡിങ് ലീഗൽ ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓൺ ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള ലീഗൽ ആയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ഇല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതായത് ലോൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആ ഒരു കുടിക്കളത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് ഒരു 30 വർഷം പുറകിലേക്കെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതും ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു റവന്യൂ ഡോക്യുമെന്റ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ലാൻഡ് ആണെങ്കിൽ ലാൻഡ് നമ്മൾ ടാക്സ് അടക്കും, അതായത് നികുതി പണം എന്ന് പറയും. ലാൻഡ് നികുതി, ഭൂനികുതി എന്ന് പറയും. ഈ ഭൂനികുതി അടക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് അതിൽ ഇതിന്റെ മുഴുവൻ ഹിസ്റ്ററീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ സൈസ് ഉണ്ടാവും, എത്രയാണ് വിസ്തീരം എത്രയാണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ പ്ലേസ്, ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവും. അതുകൊണ്ട് തന്നെ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് തന്നെയാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ എടുക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പ്രോപ്പർട്ടീസ് എടുക്കുക. അല്ലെങ്കിൽ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ വെറും ഒരു ആധാരം വെച്ചിട്ട് നമുക്ക് ആ ലീഗൽ ഡിസ്പ്യൂട്ട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു റൂളിംഗിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സുപ്രീം കോടതി വ്യക്തമാക്കി പറഞ്ഞു, രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പറയുന്നത് അതൊരു ഓണർഷിപ്പ് അല്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസ് എടുക്കുന്നവർ സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോപ്പർട്ടി നമ്മൾ റെന്റിനോ അല്ലെങ്കിൽ ലീസിനോ നൽകുന്നുണ്ടെങ്കിൽ അതിനൊരു എഗ്രിമെന്റ് ചെയ്യണം. ആ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എത്ര എമൗണ്ടിനാണ് ലീസിന് നൽകുന്നത് അല്ലെങ്കിൽ റെന്റിന് നൽകുന്നത്, അതുപോലെ തന്നെ കാലാവധി എത്രയാണ്, എത്ര വർഷത്തേക്കാണ് എന്നൊക്കെ വ്യക്തമായി ആ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.